ഹലോ ഗൈസ്, നീണ്ട 2 മാസത്തെ വെക്കേഷൻ അവധി ഇന്നത്തോടുകൂടി തീരുവാണ്. അപ്പൊ കുരുപ്പുകളുടെ സ്കൂളുകളൊക്കെ നാളെ മുതൽ തുറക്കും. അപ്പൊ കലാശക്കൊട്ടായിട്ട് നമ്മൾ ആഘോഷിക്കാൻ വന്നത് അഴീക്കൽ ബീച്ചിലാണ്. വൈകുന്നേരം ഒരു 5:30 മണിയായപ്പോഴാണ് പോയത്. അപ്പം വൈഫിന്റെ ഡ്യൂട്ടിയും കഴിഞ്ഞു. സാധാരണയായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ. പോരാത്തിന് പെരുന്നാൾ അവധിയുടെയും സ്കൂൾ നാളെ തുറക്കുന്നതിന്റെ ഇവിടെ തിരക്കായി. ഇപ്രാവശ്യം നമുക്ക് വന്നപ്പോൾ ബീച്ചിന് നല്ല ഏരിയ ഇട്ടിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും. കുരുപ്പുകൾ കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണം നിർബന്ധം കൂട്ടുക. ശക്തമായ തിരമാല അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഹോബി എന്ന് വെച്ചാൽ പട്ടം പറത്തലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് പട്ടം മേടിച്ച് ഉയർത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പട്ടം കയറാൻ കൂട്ടാക്കിയില്ല. അന്തരീക്ഷം മഴയില്ലാതെ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ബോട്ടിങ്ങിൽ ഞാൻ കഴിഞ്ഞ തവണ എന്റെ 2 സുഹൃത്തുക്കളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ചെറിയ പിള്ളേരും സ്ത്രീകളൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ നല്ലോണം പേടിക്കും. ഈ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ കായലും കടലും ഒരുമിച്ച് തരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലായിട്ട് കുറെ ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും നമ്മളെപ്പോലുള്ള ചെറിയ ഫാമിലീസ് ആണ് ഇവിടെ വന്നിരിക്കുക. കുറച്ച് കപ്പലണ്ടി ഉപ്പിലിട്ടതും ഒക്കെ മേടിച്ച് സ്വസ്ഥമായിട്ട് സൺസെറ്റ് ഒക്കെ കണ്ടുപിടിച്ചിരിക്കുക. കുരുപ്പുകളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുരുപ്പുകൾ പിന്നെ അലമ്പായിരിക്കും. പൊടിച്ചാണ് അലമ്പുണ്ടാക്കുന്നതിന്റെ മെയിൻ ആള്. പൊടിച്ച് കടലിലിറക്കാത്തതിന്റെ വിഷമത്തിൽ പിണങ്ങിയിരിക്കുകയാണ്. ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കൂടുതലും താല്പര്യം. യവന്മാർ എന്തൊക്കെയാണ് കാണിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോറികളിലൊക്കെ ഇതുപോലെ വീഡിയോസുകൾ ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ വൈഫിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ്. കുറച്ചുകൂടെ നേരെ ഇരുട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒക്കെ നന്നായിരുന്നേനെ. ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ കുരുപ്പുകൾക്ക് 2 പേർക്കും ചെയ്യണം. ഓരോരുത്തരെയായി മാറ്റി നിർത്തി അവരുടെ വീഡിയോസും ഷൂട്ട് ചെയ്തു. പൊടിച്ചിട്ട് പിണക്കം മാറാനായിട്ട് കുറച്ച് നേരം എടുക്കും. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.